ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 പുതിയൊരു മിഷനായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. അതായത് ഈയിടെ നമ്മൾ ഷിപ്പിൽ നിന്ന് മോട്ടിച്ച ഒരു മുങ്ങിക്കപ്പലുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഈയിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. അത് വെച്ചിട്ടുള്ളൊരു മിഷൻ തന്നെയാണ്. അതുമാത്രമല്ല ഗൈസ്, ഇന്ന് നമ്മൾ ആ ഒരു വലിയ ഷിപ്പ് നശിപ്പിക്കാനോടെ പോവുകയാണ്. അതിന് നമ്മൾ കുറേ പ്ലാൻ ചെയ്തിട്ടൊക്കെയുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം മച്ചാന്മാരെ, നമ്മൾ അന്ന് കണ്ടൊരു ഷിപ്പുണ്ടല്ലോ, ആ ഒരു വലിയൊരു ഷിപ്പ്, ആ ഷിപ്പിൽ നിന്നാണല്ലോ നമ്മൾ ആ ഒരു മുങ്ങിപ്പോകുന്ന ആ ഒരു കൊച്ചു സാധനം നമ്മൾ മോട്ടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആ ഒരു വലിയ ഷിപ്പ് നമ്മളിന്ന് നശിപ്പിക്കാൻ പോവാണ്. അതിന് നമ്മൾ കുറേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്കിന്ന് പോയി കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു മിഷൻ നടക്കുന്നത്, അതായത് ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നേരെ അവിടെ പോയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അപ്പം ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടോട്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് ഒതുക്കി വെക്കാൻ മര്യാദയ്ക്ക്. കറക്റ്റായിട്ട് വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയല്ല, വേറൊരുത്തിൻ്റെ വണ്ടിയാണ്. എന്നാലും നമ്മളങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെക്കുക. സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ചാടിയാണ് കയറുന്നത്, കണ്ടോ കേസ്, കണ്ടോ? ചാടി തുള്ളിയാണ് നൈസായിട്ട് കയറുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഓക്കെ, അതെ, നമ്മുടെ ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. മൈക്കിളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ കേസ്. ഇവിടെ എല്ലാവരും ഉണ്ട്. അവിടെയാണ് നമ്മുടെ ആ ഷിപ്പ് നശിപ്പിക്കുന്നതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മിഷനിലേക്ക് പോവാം. ഈ ഒരു സംസാരം കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറേ കാണും ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ മിഷനിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടാം. ഷോർട്ട് കട്ടാണ്, വേഗം ചെല്ലാൻ പറ്റും. ഓക്കെ, ഗൈസ്, ഇത് ഇപ്പുറത്തായിരുന്നല്ലോ പറഞ്ഞ പോലെ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ചാടി വന്നതും ഫ്രാങ്ക്ലിൻ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നതെല്ലാം ഒരുപോലെ. അവൻ ആദ്യം ഇവിടെ വന്നത് നമ്മളെക്കാളും മുന്നേ. എന്തിനും നമ്മൾ അവിടെ നിന്ന് ചാടിയാ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ബൈക്കൊക്കെ നമ്മൾ സീനാണ്. നമുക്ക് നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്തായാലും മിഷീൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെയാണ് നമ്മുടെ ഒരു മെഷീൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇറങ്ങാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോകാം. പുള്ളിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെയാണ്. അതുകൊണ്ട് ആ താഴെ കണ്ട ഒരു പ്ലേസ്മെൻറ്റ്, അവിടെയാണ് നമുക്ക് നിൽക്കേണ്ടത്. അവിടെ നിന്നിട്ടാണ് നമുക്ക് നോക്കേണ്ടത് ഗൈസ്. എന്തായാലും നമ്മുടെ സ്നൈപ്പറാണുള്ളത്. ഓക്കെ, നല്ലൊരു ഷൂട്ടിങ് കാര്യങ്ങൾ എന്തായാലും നടക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് നോക്കാം. നമ്മുടെ മൈക്കിളാണ് ഗൈസ്. ഇത് ടൈറ്റാനിക്കിൻ്റെ തൊട്ടൊരു വലിയൊരു ഷിപ്പാണ് കേട്ടോ. ഈ ഒരു ഷിപ്പാണ് നമ്മൾ ഇന്ന് ടൈം ബോംബൊക്കെ വെച്ച് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മൈക്കിളെടുത്ത് ചാടിയിട്ടുണ്ട് വെള്ളത്തിലോട്ട്. ഓക്കെ, നമുക്ക് സ്കോപ്പ് ചെയ്യാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 2 പേരുണ്ട്, ഒറ്റ ഷോട്ടിൽ കൊല്ലണം. അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ, 2 പേര് ഒറ്റ ഷോട്ടിൽ തീർന്നിട്ടുണ്ട്. അവിടെ ക്ലിയർ ആയിട്ടുണ്ട്, ഒരു സീനും ഇല്ല. അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈക്കിൾ ഷിപ്പിൽ കയറി കേട്ടോ. മൈക്കിൾ നമ്മൾ ഷിപ്പിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ കണ്ടോ, നോക്കി പുള്ളിക്ക് നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ഇട്ടുകൊണ്ട്. ഭയങ്കര വണ്ണം ഗൈസ്. എന്തായാലും ഷിപ്പം കണ്ടോ, വണ്ണം കുറഞ്ഞ പോലൊക്കെ ആയി. എന്തോ എനിക്കറിഞ്ഞൂടെ, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നമ്മുടെ മൈക്കിൾ ഇവിടെ ഉണ്ട്. അവിടെ ടൈം ബോംബ് വെച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഏരിയ ക്ലിയർ ആണ്. ഇവിടെ ഒരുത്തിന് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഗൈസ്, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവനങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ മൈക്കിള് ഇവിടെ നിന്ന് ഇരിപ്പുണ്ട്. അതെ, അവിടെ ഇരിപ്പുണ്ട്. അത് നമ്മുടെ മൈക്കിളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് മൈക്കിളിലോട്ടാക്കാം ഗൈസ്. നമ്മൾ മൈക്കിളിലോട്ടാക്കിയിട്ടുണ്ട് വ്യൂവ. അപ്പോൾ ഗൈസ്, ഇവിടെ മൈക്കിളിലോട്ട് വന്നിട്ട് ആരെയും കാണുന്നൊന്നുമില്ല. ഓക്കെ, ഇതുവഴി ആരാണ് നടക്കുന്നുണ്ട്. ഓക്കെ, അവന് ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആരോ നിൽപ്പുണ്ടല്ലോ. ഓക്കെ, അവനും കൊടുത്തിട്ടുണ്ട് ഒരു ഷോട്ട്. ഗൈസ്, നമ്മൾ 2 ഹെഡ് ഷോട്ടാണ് കൊടുത്തത്. കാരണം നമ്മൾ ബോഡി ഷോട്ട് ആകുമ്പോൾ ചിലപ്പോഴേ വേഗം ചാവത്തുള്ളൂ. ഹെഡ് ഷോട്ട് ആകുമ്പോൾ കറക്റ്റായിട്ട് ചാവും വേഗം തന്നെ. നമുക്ക് ഒത്തിരി ബുള്ളറ്റും മാക്സിമം ലാഭിക്കാൻ പറ്റും. നമ്മൾ വലിയൊരു ലാഭേഷാവും ഗൈസ്. ബുള്ളറ്റൊക്കെ അത്യാവശ്യം ലാഭിക്കാൻ പറ്റും. കാരണം ഒത്തിരി ആൾക്കാർ വന്നാലും നമുക്ക് ബുള്ളറ്റ് കാണും കയ്യിൽ. അവിടെ ഒരുത്തൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം.
അവനെ വെറുതെ വിടണോ വേണ്ടായോ? ഗൈസ് വെറുതെ വിടാൻ പോയി, അവനോട് പോയി ഗൈസ് അവൻ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾ വരുന്നുണ്ട്. ഓ ഗൈസ് അലാറം ക്ലിക്ക് ചെയ്തു. പ്രശ്നമായി ഗൈസ്. ഇവിടെ എല്ലാ ആളും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവന്മാരെ എല്ലാത്തിനും നമ്മൾ ഈ ഒരു സ്നൈപ്പർ വെച്ച് വേണം കൊല്ലാൻ. ഓ ഗൈസ്, സ്നൈപ്പറും പോട്ട് പിസ്റ്റൽ വെച്ച് നമ്മുടെ ഫ്രാങ്ക്ലിൻ കൊണ്ട് സ്നൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പേരെയൊക്കെ കൊല്ലുന്നുണ്ട്, കുറച്ച് പേരെയൊക്കെ കൊല്ലുന്നുണ്ട് ഗൈസ്. ഈ ഒരു സ്റ്റെയർ കേസ് കയറേണ്ട കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചുമ്മാ നോക്കിയത് ഇവിടെ വരെ ചെല്ലുമെന്നറിയാം, എന്നിട്ട് ഒന്നും നടന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ബോംബ് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അവൻ്റെ കാലിൻ്റെ ഇടയിൽ ഒരു വെടിയും കൊടുത്തു ഗൈസ്. ഓക്കെ, അവനും ചത്തിട്ടുണ്ട്. അടുത്ത ആരാ ഇനിയും ഗൈസ്? ഇനി അടുത്ത ആരാ? എന്ത് ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഫ്രാങ്കിൽ നല്ല ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബോംബ് അങ്ങോട്ട് വെക്കാം. ഓക്കെ, നമ്മളിവിടെ ബോംബ് ഒരെണ്ണം വെച്ചു ഗൈസ്. ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കാം. അയ്യോ, ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെക്കണ്ട, ഇവിടെ കൂടെ ഒന്നുകൂടെ വെക്കാം ഗൈസ്. ഇവിടെ എല്ലാം വെക്കാം നമുക്ക്. എവിടെങ്ങാണ്ടൊക്കെ ഇവിടൊക്കെ അങ്ങ് വെക്കുക, എല്ലാം നശിക്കട്ടെന്ന്. ഇഷ്ടം പോലെ ഇല്ലേ നമ്മുടെ കയ്യിലോ ഗൈസ്. മിഷൻ ഫെയിലായി. ഓ ഗൈസ്, നമ്മൾ ബോംബൊക്കെ പ്രശ്നമാക്കി കേട്ടോ. അതിൻ്റെ മണ്ടയിൽ കൂടെ അങ്ങോട്ട് ഓടിയെന്ന് എന്തോ ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ അങ്ങോട്ട് വെക്കുക, ഇവിടെ അങ്ങോട്ട് വെക്കുക. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോംബ് അത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഏരിയയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അതെന്തോ എനിക്ക് കൊന്നേന്ന് തോന്നുന്നു, നമ്മുടെ ഫ്രാങ്ക്ലിൻ കൊന്നേന്ന് തോന്നുന്നു. അവൻ ചത്തു ഗൈസ്, ഇവൻ ചത്തു. അയ്യോ, കൊണ്ടില്ല. ഇവന്മാരുടെ നേരെ ഇല്ല ഞാൻ നടന്നു വരുന്നത്, എന്നിട്ട് ഇവന്മാർ കാണുന്നില്ല, മണ്ടന്മാർ ഗൈസ്. അപ്പോൾ അടുത്ത ബോംബ് വെക്കാനുള്ള സ്ഥലമായി. 8 എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ, 8 എണ്ണം ഗൈസ്. 8 എണ്ണം ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ബോംബ് വെക്കാം. ഓക്കെ, നമ്മുടെ ടൈം ബോംബ് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഒട്ടിച്ച് വെക്കുക. ഒരെണ്ണം മതിയായിരിക്കും. ഓക്കെ, നമുക്കിനി എൻട്രൻസിന് അങ്ങോട്ട് നടക്കാം. വേഗം കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടി വരും, അല്ലേ ഗൈസ് പ്രശ്നമാവും. നമുക്കപ്പോൾ വേഗം മൂവ് ചെയ്യാം ഗൈസ്. ഇവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്. ഓക്കെ, അവനൊരു ഹെഡ് ഷോട്ടും കൊടുത്തു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ ഈ സൂട്ട് ഇട്ടുകൊണ്ടൊരു വല്ലാത്തൊരിത്. ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ. എൻട്രൻസിൻ്റെ മണ്ടയ്ക്കാണ് ഉള്ളത്. എൻട്രൻസ് ഗൈസ് ഇതിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്കാണ് എൻട്രൻസ് ഉള്ളത്. പക്ഷേ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തനുണ്ട്. അതെ, ഓക്കെ, അവനെയും കൊന്നു. ഇനി നമുക്ക് മേളിൽ പോയി എൻട്രൻസിൻ്റെ അവിടെ പോയി നോക്കാം. പക്ഷേ എൻട്രൻസിനകത്ത് കയറാൻ പറ്റും ഗൈസ്. ഓക്കെ, നമ്മളിതേ കയറിയിട്ടുണ്ട്. തുറന്നങ്ങോട്ട് കയറി വേഗം ആവട്ടെ. അപ്പം മച്ചാന്മാരെ നമ്മളവിടെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഡ്യൂട്ടി. ഇനി ഇവിടെ ഒന്ന് പുള്ളിയെ എന്താ പറയുക രക്ഷിക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ കൊന്നു. ഇനി ഇവിടെ ഒന്നും ആരെയും കാണുന്നൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നും ആരെയും കാണുന്നൊന്നുമില്ല. ഇനി ഇവിടെ ഒന്നും ആരെയും കാണുന്നൊന്നുമില്ല ഗൈസ്. ആ ഒരു ഏരിയ ക്ലിയറാണ്. അവനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ ആരെയും കാണുന്നു. പക്ഷേ എനിക്കൊരു 2-3 ഷോട്ടൊക്കെ കിട്ടിയില്ല. ഇവിടെ നിന്നൊരു പിടിയില്ല ഗൈസ്. നമ്മൾ ആരാണ്ടൊക്കെ വെടിയൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നൊന്നുമില്ല. നോക്കി, ഒന്നും കാണുന്നില്ല. ഇതെന്താ ഇവിടെ നിന്നൊക്കെ മഴ പോലെ എന്തൊരു സാധനം വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ക്ലിയറാണ്, ഇപ്പോഴും ക്ലിയറാണ്. ഓക്കെ, അവിടെ കൊണ്ട് ഗൈസ് നമ്മൾ പിന്നാണ് കാണുന്നത് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്, ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെയൊക്കെ ആരുണ്ട്? ഹെലികോപ്റ്ററൊക്കെ എന്തോ വരുന്നുണ്ട്. ഹെലികോപ്റ്റർ എന്തോ ഉണ്ട് ഗൈസ്. എവിടാന്നൊരു പിടിയില്ല. ഇതേ നോക്കി, ഒന്നും കാണുന്നൊന്നുമില്ല. ഹെലികോപ്റ്ററിന് സൗണ്ട് ഉണ്ട്. ചത്തു ഗൈസ്, ചത്തു. ഉറപ്പായിട്ടും ചാവും. ഓക്കെ, ചത്തു മീൻസ്. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട്. എവിടാന്നൊന്നും കാണുന്നൊന്നുമില്ല, ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല എവിടെ ആ സംഭവം എന്നൊന്നും.
ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ദേ അവൻ ഇതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യണ്ട, ഇങ്ങനെ നിൽക്കാം. കാരണം ഇനി നമ്മൾ വെടി വെക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവന്മാർ ഇതാവുന്നത്. നമുക്കിങ്ങനെ നിൽക്കാം. അവരെല്ലാവരും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇവന്മാരെന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അവന്മാരവിടെ നിൽക്കുകയാണ്. അവനവിടെ മൈക്കിൾ ഇറങ്ങുന്നിടം വരെ ഇരിക്കുകയാണ്. മൈക്കിൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഷോട്ട് കൊടുക്കണം അവന് എന്തായാലും, അല്ല പിന്നെ മൈക്കിളിനെ കൊല്ലും ഗൈസ്. അതുകൊണ്ട് അവന്മാരെല്ലാം തോക്ക് ചൂണ്ടി നിൽപ്പുണ്ട് ഗൈസ്. ചൂണ്ടി നേരെ എനിക്കായല്ലോ ഇപ്പം. ഇതെനിക്കാ ഗൈസ്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവന്മാരെന്തിനു എന്നെ കൊല്ലുന്നു? ഞാൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കില്ലായിരുന്നു. ഓക്കെ, കൊള്ളുന്നില്ല. വാ വെളി വാ. ഓക്കെ, അവന് കിട്ടി ഗൈസ്. അവന് കിട്ടിയില്ല. പറ്റിച്ചു. കിട്ടി. ഓക്കെ, അവനും കിട്ടി. കിട്ടിയില്ല ഗൈസ്. നിൽക്കി. ഷോട്ട് കൊടുക്കണം. ഇവിടെ അടുത്ത ആൾക്കാർ കുറേ പേര് വന്നു ഗൈസ്. അതുകൊണ്ട് അവനൊക്കെ കിട്ടി. അവന് വെടി കൊണ്ടിട്ട് ഓടിയൊക്കെ വീഴുന്നവൻ. എന്താടാ, ഏതെങ്കിലും ഒരിടത്ത് വെച്ച് നോക്കാം. ഓക്കെ, അവന് കൊടുത്തു. ഓക്കെ, ഇവനും കിട്ടി. അവന് കിട്ടിയില്ല. ഓക്കെ, അവനും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആ ഒരു ഏരിയ അത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട് ഗൈസ്. വേറെ നമ്മൾ കാണാൻ പറ്റും ഹെലികോപ്റ്റർ. ഓക്കെ, ഹെലികോപ്റ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഹെലികോപ്റ്ററിന് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഇപ്പോൾ മറിഞ്ഞ് താഴെ പോയി. ഓക്കെ, ഹെലികോപ്റ്റർ ഞാൻ ചത്തെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ. ഈ ഹെലികോപ്റ്ററൊക്കെ മുമ്പേ വന്നത്, പക്ഷേ സൗണ്ട് ഉണ്ടായിരുന്നു. എവിടെ വന്നതെന്നൊരു പിടിയില്ല. നമ്മുടെ മൈക്കിൾ എന്താടാ ഇറങ്ങാത്തേ? ഇങ്ങനെന്ത് ഇറങ്ങുന്നില്ലേ പുള്ളി? എന്ത് ഒരു പിടിയില്ല. ഇങ്ങനെ ഇവിടെ പോയെന്ന്. ദേ വരുന്നു. തോണ്ട് അവൻ്റെ പുറയിൽ മൈക്കിളിൻ്റെ തൊട്ട് പോലെ തന്നെ ഒരുത്തൻ ഓടി വരുന്നുണ്ട്. ഓക്കെ, അവന് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവന് കിട്ടി ഗൈസ്. അവന്മാർക്ക് 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കാം. ഇവിടെയൊക്കെ തോണ്ട് അവിടെ. ഓക്കെ, അവിടെ 2 പേരുണ്ട്. അത് കിട്ടിയില്ല. ഓക്കെ, അതും കിട്ടിയിട്ടുണ്ട് അവന് ഗൈസ്. ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ടുണ്ട്. അവിടെ ആരും ഇല്ല ഇപ്പം. ഓക്കെ, നമ്മുടെ മൈക്കിൾ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരുത്തനുണ്ട്. ഓക്കെ, അവിടെ ഒരുത്തനെ കൊന്നു. 2 പേരും ഉണ്ടായിരുന്നു അവിടെ 2 പേരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മൈക്കിൾ പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്കിൾ എടുത്ത് ഇപ്പോൾ ചാടും. ചാടി കടലിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനിയും അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോംബ് അങ്ങോട്ട് പൊട്ടിക്കുക. അതായത് ഈ ഒരു ബോംബ് പൊട്ടിക്കണം. ഫോൺ എടുക്കുക. ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. നമ്മൾ ഫോൺ എടുത്തു. ഇവന് ഇവിടെയാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഷിപ്പൊക്കെ എല്ലാം പൊട്ടിത്തെറിച്ച് ഗൈസ്. ഇതെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, കുറേ അവിടെ എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ബോംബൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൈക്കിളെല്ലാം ബോംബ് വെച്ച് നശിപ്പിക്കുമായിരുന്നെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഷിപ്പ് മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ മറിഞ്ഞു വീഴും. ഗൈസ് കൊള്ളാമല്ലേ? നല്ല രസമുണ്ട് കാണാൻ ഈ ഷിപ്പ് ഇങ്ങനെ മറിഞ്ഞു പോകുന്നത്. കണ്ടല്ലേ, നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. ഓക്കെ, നമ്മുടെ മൈക്കിൾ വീണ്ടും ചാടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അടിയിലിട്ട്. അതായത് നമ്മൾ ആ ഒരു ഷിപ്പിൽ നിന്നൊരു സംഭവമുണ്ട് ഗൈസ്. വേറൊരു സാധനമുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് എടുക്കണം. അതിനാ ലൊക്കേഷനിലോട്ട് പോകണം ഗൈസ്. ഇനി നേരെ അങ്ങോട്ട് പോവാം. അവിടെ ചെല്ലുമ്പോൾ ഇനി ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം അവിടെ ഇനി എന്താ ഉള്ളത് എന്നൊക്കെ ഗൈസ്. ഇത് സാധനം കൊള്ളാം, രസമുണ്ട്. സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒരു സംഭവം രസമുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഇതെന്താണ് ഇത് പൊങ്ങാത്ത ഗൈസ്? ഇതെനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞോളാം. എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സത്യം പറഞ്ഞ് നീന്താൻ അറിയത്തില്ല ഗൈസ്. പിന്നെ ഇടയ്ക്ക് ചാടുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ മാക്സിമം ഞാൻ 100 വരാനേ നോക്കത്തുള്ളൂ. പക്ഷേ എന്താ പറയുക, എനിക്ക് ഇത് അറിഞ്ഞുകൂടാ. ഈ സംഭവം ഇങ്ങനെ കൺട്രോളും കാര്യങ്ങളും അറിഞ്ഞുകൂടാ. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, നമ്മളിത് ഇവിടെ ആണ് മാപ്പ് പറയുന്നത് ഗൈസ്. ഇവിടെ ആ സാധനം ഇരിപ്പുണ്ട്. എവിടെയാണെന്നൊരു പിടിയില്ല. എനിക്കൊന്ന് ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഗൈസ്. ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അവിടെ മൈക്കിൾ ചെന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഇനി നേരെ ആ സാധനം എടുത്തിട്ട് നമ്മൾ വേറൊരു ഏരിയയിലോട്ട് പോവാം. അതാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഷിപ്പ് വരെ നശിപ്പിച്ചത് ഗൈസ്.
ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയാണ് ഗൈസ് ആ ഒരു ഷിപ്പ് വരെ നമ്മൾ നശിപ്പിച്ചത്. എന്തൊരു കാര്യമാണെന്ന് ഓർക്കണേ. ഷോ ഗൈസ് ആ ഒരു ഷിപ്പ് മുഴുവൻ നശിച്ചു പോയി. ഉള്ള ബോംബെല്ലാം കൂടെ വെച്ച് പൊട്ടിച്ച് നശിപ്പിച്ച്. ഗൈസ് നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കാം. ഗൈസ് നല്ല ലാഗാണ് ഈ സാധനം ഇങ്ങനെ എടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ. നല്ലൊരു മെനക്കേട് പിടിച്ചൊരു പരിപാടിയാണ്. ഓക്കെ, നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. സാധനം എടുത്തോ? ഓക്കെ, നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ആ ഒരു അവർ മാർക്ക് ചെയ്ത് പറയുന്നേക്കുന്ന ഏരിയയിലോട്ട് പോവാം. ഗൈസ് ഈ ഒരു സംഭവം അവിടെ വരെ പോകാൻ അത്യാവശ്യം നല്ല ലാഗാണ്. നമുക്കപ്പോൾ ഇത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം, അല്ലെങ്കിൽ നല്ല ലാഗായിരിക്കും. ഗൈസ് നമ്മളിത് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ആ ഒരു സാധനം ചെല്ലേണ്ടത്. അവിടെ നിർത്തിയിട്ടുണ്ട്. ഗൈസ് എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ഇതങ്ങോട്ട് തൂക്കിയെടുത്തൊരു ഷിപ്പും പോട്ടെ ലോറിയിലോട്ട് വെക്കും. മിഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കും. ഇത്രേ ഉള്ളൂ സംഭവം ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗൈസ് ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം. ഓക്കെ.